കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന 7 ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും 2 ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പ്രഗ്നൻസി നടക്കുമ്പോഴേക്കും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ബോഡി ഒന്ന് വീക്ക് ആകുമ്പോഴേക്കും ഒക്കെ നമ്മളുടെ ശരീരത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഭാഗങ്ങളിൽ നമുക്ക് വേദന അനുഭവപ്പെടും. അപ്പോൾ ഈ വേദന അനുഭവപ്പെടുന്നത് ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു വേദന നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ശരീരഭാഗത്താണ്, നമ്മുടെ ഗംസിൽ, നമ്മുടെ പല്ലിന്. ആ പല്ലിലും മോണയ്ക്ക് ചുറ്റുമുള്ള ഏരിയാസിലൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തുള്ള ഹോർമോൺ ചേഞ്ചസ് മൂലവും അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ആ പല്ലിൽ കുറച്ചിങ്ങനെ പ്ലേഗ് അടഞ്ഞുകൂടും. ഇതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ പല്ലിൽ അനുഭവപ്പെടാറുണ്ട്. പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകളിലും ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് ഈ പല്ല് വേദന എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിനും അതിന് ചുറ്റുമുള്ള ആ മോണ ഭാഗത്തൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടും. നമ്മുടെ പല്ല് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ പല്ലിന് മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരും. ഇതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല ലേഡീസിലും ആ ഒരു സമയത്ത് നമുക്ക് ഗംസിൽ പെയിൻ അനുഭവപ്പെടുന്നത്. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗമ്മിലൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല്ലിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം അതൊരു ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി നോക്കുക കേട്ടോ. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പെയിൻ കില്ലേഴ്സും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതോട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏർലി പ്രഗ്നൻസിയിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ പല്ലിന് വേദന അനുഭവപ്പെടുന്നത്. രണ്ടാമതായിട്ട് വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ വയറിലാണ്. എസ്പെഷ്യലി നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്ത്, പൊക്കിളിന് താഴെയുള്ള ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ നമുക്ക് വേദന അനുഭവപ്പെടാം. ലെഫ്റ്റ് സൈഡിലുണ്ടാകുന്ന വേദനയും അതുപോലെ റൈറ്റ് സൈഡിലുണ്ടാകുന്ന വേദനയും അതുപോലെ നമ്മുടെ പൊക്കിളിന് നേരെ താഴെ ഉണ്ടാകുന്ന വേദനയും നമുക്ക് ഉണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു 6 to 12 ഡേയ്സ് കഴിഞ്ഞിട്ടും ചില സ്ത്രീകളിൽ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അവർക്ക് വയറിന് വേദന അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ ബോഡി പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒന്ന് സ്ട്രെച്ച് ആവുന്നു. കാരണം ആ ഒരു എംബ്രിയോക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒന്ന് വലുതാവുന്നു. ഈ വലുതാവുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മസിൽസും ബോൺസും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നു. ഈ ഒരു സ്ട്രെച്ചിങ് അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വയറിലെ വേദന അനുഭവപ്പെടാം. പലരും തന്നെ പറയാറുണ്ട്, ചേച്ചി പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജാണ്, പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു മെഡിസിനൊക്കെ വാങ്ങിച്ചു, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വയറ് വേദന അനുഭവപ്പെടുന്നു എന്ന് പലരും പറയാറുണ്ട്. ഈ ഒരു വയറുവേദന നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വയറ് വലുതാകുന്നത് പോലും അതുപോലെ ബാക്ക് പെയിനുമായിട്ടും നമുക്ക് അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ വേദന എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിലുണ്ടാകുന്ന വേദനയാണ്. പ്രഗ്നൻ്റ് ആകാനായിട്ട് യൂട്രസ് പ്രിപ്പയർ ആകുന്നത് പോലെ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റും പ്രിപ്പയർ ആകും. അതുകൊണ്ട് ബ്രസ്റ്റിൽ നമുക്ക് കുത്തുന്ന പോലെയുള്ളൊരു വേദന അനുഭവപ്പെടും. അതുപോലെ ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്ക് വേദന അനുഭവപ്പെടും. നമ്മൾ ഫസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് വളരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മുടെ പ്യൂബർട്ടി എത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് ബ്രസ്റ്റ് വളരുമ്പോഴേക്കും ഒരു വേദന അനുഭവപ്പെടില്ലേ, അതുപോലൊരു വേദനയായിരിക്കും നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും കേട്ടോ. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ ലക്ഷണം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതുകൊണ്ട് അങ്ങനെ കുത്തുന്നത് പോലെയും വലിക്കുന്നത് പോലെയുള്ള വേദനയൊക്കെ നമുക്ക് അധികം അങ്ങോട്ട് ഉണ്ടാവില്ല. കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ കളർ ചേഞ്ച് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസിനെ പറ്റിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഏർലി പ്രഗ്നൻസി ബ്രസ്റ്റ് ചേഞ്ചസ് ദി ചൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് നമ്മുടെ വജൈനൽ ഏരിയയിലാണ്. വജൈനൽ ഏരിയയിൽ ചേഞ്ചസ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വജൈനൽ ഏരിയയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും വളരെയധികം കൂടുതലായിരിക്കും. വളരെയധികം കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഏരിയയൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം ഒന്ന് സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ശരീരം ഒന്ന് ഇളയതായെന്ന് പറയും. കാരണം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി നമുക്കവിടെ ഫീൽ ചെയ്യും. ഈ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കവിടെ വേദനയും അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവുന്നത് ഫ്രണ്ടിലോട്ടാണെങ്കിൽ കൂടി തന്നെയും ആ പുറകിലുള്ള മസിൽസിനും ഒന്ന് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യണം. കാരണം ആ ബേബിയെ ഹോൾഡ് ചെയ്യാൻ ഭാഗത്തിൽ നമ്മുടെ ശരീരം മൊത്തം അങ്ങോട്ട് സ്ട്രെച്ച് ആവണം.
ഈ ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ പ്രോസസ്സ് അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ അവിടെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ബാക്ക് പെയിനും നമുക്ക് തുടക്കത്തിലേ വരുന്നുണ്ടെങ്കിൽ, ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് അല്ലാതെയും ഒക്കെ ബാക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ നമുക്കൊരു ഏർലി പ്രഗ്നൻസി സിംറ്റം ആണ്, ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യരുത്. മറ്റു പല ലക്ഷണങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം, പീരീഡ്സ് മിസ്സാവുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം കേട്ടോ. അടുത്തൊരു വേദന നമുക്ക് അനുഭവപ്പെടുന്നത് കാലിലാണ്. കാലിൽ വേദന അനുഭവപ്പെടുന്നതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഏർലി പ്രഗ്നൻസി നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറവായിരിക്കും. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാൽസ്യം മെഡിസിൻസോ അല്ലെങ്കിൽ കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ ഒന്നും നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ബോൺസിൽ നിന്നുള്ള കാൽഷ്യം ആയിരിക്കും കുഞ്ഞിന് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മുടെ ശരീരം എത്തിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബോൺസിൽ നിന്നും നമ്മുടെ മസിൽസിൽ നിന്നും എടുക്കുന്ന ഈ ഒരു കാൽസ്യം കൂടുതലായിട്ടും ആ ഒരു കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുവിനെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലിലെ വേദന അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്രസ് ഒന്ന് വളരുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാലുവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, പ്രൊജസ്ട്രോൺ ഹോർമോണാണ് ഒട്ടുമിക്ക പ്രഗ്നൻസി ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകുന്നതിന് കാരണം. പ്രൊജസ്ട്രോൺ ഹോർമോണും ഒന്ന് HCG ഹോർമോണും. ഈ HCG ഹോർമോണാണ് കൂടുതലായിട്ട് നമുക്ക് മോർണിംഗ് സിക്നസ് ഒക്കെ തരുന്നത്. അതുകൊണ്ടാണ് ഒരു 3 months ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മോർണിംഗ് സിക്നസ് കുറയുന്നതും അതുകൊണ്ടാണ്. കാരണം HCG ഹോർമോണിൻ്റെ ഗ്രോത്ത് അവിടെ വെച്ച് നമുക്ക് ഒരു സമനിലയിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള സിംറ്റംസും കുറച്ച് കുറയാനായിട്ട് കാരണമാവുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മിസ്സാകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.